നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പിന്നെ എന്ത് വേണം? ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കണോ? അതോ ഇവളെ ഇയാളുടെ രണ്ടാം ഭാര്യയായിട്ട് അംഗീകരിക്കണോ? പോടി, ഇറങ്ങി പോടി. ഇനി നിന്നെ വീട്ടിൽ കണ്ടുപോരുത്. നീ എന്തൊക്കെ ചെയ്താലും ദേവിക തന്നെയായിരിക്കും ഇനിയും ശ്രുതിമോളെ പഠിപ്പിക്കാൻ പോകുന്നത്. ദേവിക, കുട്ടി പോയിക്കോളൂ. രാവിലെ ഞാൻ സ്വാമിയെ അയക്കാം. അച്ഛനമ്മ എവിടെ? അവരൊക്കെ അമ്പലത്തിലേക്ക് പോയതാ. നീ പോയി ഈ വേഷം ഒന്ന് മാറിയിട്ട് എനിക്കൊരു ചായ ഇട്ടുകൊടുത്താ. ഉള്ളൊരു പോക്ക് കണ്ടില്ലേ? പിടിച്ചില്ല. എനിക്ക് ചായ കിട്ടിയാ മതി. ഞാനെന്തിനാ എന്റെ മുറി കയറിയത്? എന്റെ മുഷിന്റെ ഡ്രസ്സ് കലക്കി തരാൻ വല്ല ഉദ്ദേശമുണ്ടോ നിങ്ങക്ക്? നീ സൈക്കോ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാ ഞാൻ വിചാരിച്ചില്ല. ഇറങ്ങി പോവാൻ എന്റെ മുറിന്ന്. ശരത്തേട്ടാ, ശരത്തേട്ടൻ ഇവിടെ വന്ന് സംസാരിച്ചോണ്ട് നിൽക്കുവാണോ? അല്ല, ഞാൻ ഏട്ടത്തിയോട് കാര്യം പറയായിരുന്നു. കൊള്ളാം, നല്ല ചായ. ഇനിയിപ്പൊ ദിവസവും കുടിക്കാലോ. ശരത്തേട്ടൻ വാ, ഞാൻ മുകളിലത്തെ മുറി കാണിച്ചു തരാം. ദേ, ശരത്ത് വീട് കാണാൻ വന്നതാ. വീട് കാണാനോ? ആ, ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ശരത്ത് വാടകയ്ക്ക് താമസിക്കാൻ വരിക. നാളെയോ മറ്റന്നാളോ അവൻ ഇങ്ങോട്ട് മാറും.
എങ്ങനെയുണ്ട്? അടിപൊളി. പിന്നെ ശരത്തേട്ടന് അറിയോ, ഇത് ഏട്ടന്റെ മുറിയായിരുന്നു. ഏട്ടന്റെ ഏട്ടത്തിയുടെയും മണിയറ ഒരുക്കിയത് ഇവിടെയായിരുന്നു. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞില്ലേ? അതൊക്കെ ഓരോ വിധികളല്ലേ. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ശരിയാ. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ. ഭീതി, ഇതൊക്കെ ശരത്തിന് അനുഭവിക്കാനായിരിക്കും യോഗം. എന്താ ശരത്തേട്ടാ? ഏയ്, സുധി സാറിനെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരത്തേട്ടാ, വിട് വിട് ഏയ്, വിട്. ഇക്ക്. അല്ല, അവരുടെ ആദ്യരാത്രി ഇവിടെ നടന്നിരുന്നെങ്കിൽ ഈ ചോരുകൾക്ക് എന്ത് കഥകൾ പറയാനുണ്ടായിരിക്കും അല്ലെ? അതൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. ഇനി നമുക്ക് നമ്മുടെ ആദ്യരാത്രിയെ കുറിച്ച് ആലോചിക്കാം. നിന്റെ മാത്രമല്ല മോളെ, ദേവികയുടെ ആദ്യരാത്രി ഈ ശരത്ത് ഇവിടെ തന്നെ നടത്തിയിരിക്കും. ഇനിയും മിണ്ടാതിരിക്കാൻ വയ്യ. ശരത്തിന്റെ വരവ് തടഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ കാര്യങ്ങള് ഇതിനേക്കാളും കൂടുതൽ വഷളായി പോവും. എന്താടി വല്ലാത്തൊരു ആലോചന? അത് ഞാൻ ആലോചിക്കായിരുന്നു മുത്തശ്ശി. ഇപ്പോ നമുക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിനക്കെന്താ ഒരു മനമാറ്റം? ഇന്നലെ എല്ലാരും കൂടിയല്ലേ തീരുമാനിച്ചത്? നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ പറഞ്ഞൂടായിരുന്നോ? അത് പിന്നെ ഞാൻ അന്നേരവും ഈ തീരുമാനത്തിന് അനുകൂലമായിരുന്നില്ലല്ലോ. പിന്നെ എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടി, ശരത്ത് വീട് കാണാനാ വന്നിരിക്കുന്നേ. വാടകയ്ക്ക് മുറി കൊടുക്കാന്നും പറഞ്ഞ് ഇവിടെ വരെ വിളിച്ചോണ്ട് വന്നിട്ട് ഇനിയിപ്പൊ തരാൻ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? മുത്തശ്ശി, ഈ വീട് നമ്മള് അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനുള്ള സൗകര്യത്തിൽ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് താമസിക്കാനുള്ള മുറികൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. അത് മാത്രല്ല, പുറത്തു നിന്നൊരാള് ഈ വീട്ടിൽ വന്ന് കയറി ഇറങ്ങിയാല് നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അതാലോചിച്ചപ്പോഴാ ഇതൊന്നും മാറ്റി ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നിയത്. അതിനിപ്പോ വരുന്നത് വേറെ ആരുമല്ലല്ലോ, ശരത്തല്ലേ. അവൻ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അല്ലേ? അങ്ങത്തെ പോലെയാണ്, പക്ഷെ അങ്ങോ ആയിട്ടില്ലല്ലോ. ഓ, അതിനി അധികം താമസം ഒന്നും കാണത്തില്ല. താമസിയാതെ അവര് തമ്മിൽ കല്യാണം കഴിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ അവൻ ഈ വീട്ടിലെ മരുമകനായില്ലേ? അതും മാത്രമല്ല, ഈ വീട്ടിൽ അവനെ പോലെ ഒരാളുള്ളത് നല്ലതാ. നല്ലതാണോ ചീത്തയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ.